നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേർപ്പിൽ സ്വീകരണം. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N. സ്വരാജ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കുടനിർമ്മാണത്തിൽ സൗജന്യ പരിശീലനവുമായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സൊസൈറ്റി ഏകദിന ശില്പശാല ഒരുക്കിയത്. മഹാരാഷ്ട്രയിൽ നടന്ന 38ാം ജൂനിയർ നാഷണൽ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണത്തോടെ വിദ്യാർത്ഥിക്ക് അഭിമാന നേട്ടം. ഊരകം സ്വദേശി PU സച്ചിനാണ് നാടിന്റെ താരമായത്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേർപ്പിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ചേർപ്പ് മഹാത്മാ മൈതാനത്ത് സ്വീകരണം ഒരുക്കിയത്. നമ്മുടെ ഈ നാട് ചേർപ്പ് മഹത്തായ പൈതൃകമുള്ള ഒരു നാടാണ്. നമ്മുടെ യോഗവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവെന്നോണം ഈ സമയത്തും നല്ല ആവേശകരമായ പങ്കാളിത്തമാണ് ഈ ജാഥ സ്വീകരണ കേന്ദ്രത്തിലുള്ളത്. മലയാള സാംസ്കാരിക ലോകത്ത് മാനവികതയുടെ ആൾരൂപമായിരുന്ന NV കൃഷ്ണവാര്യരുടെ ഓർമ്മകളിലമ്പുന്ന ഒരു നാടാണ് ചേർപ്പ്. മുൻപൊരിക്കൽ മറ്റൊരു ജാഥയുമായി വന്നപ്പോഴും ഞാൻ ഓർക്കുന്നു, പെട്ടെന്ന് മനസ്സിലെത്തിയത് NVയാണ് ഇവിടെ വന്നപ്പോൾ. എങ്ങും മനുഷ്യരും ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുന്നത് എൻ്റെ പുറത്താകുന്നു എന്ന് ആഫ്രിക്കയിൽ എഴുതിയ കവിയാണ് NV കൃഷ്ണവാര്യർ. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന എൻ്റെ വേദനയാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ മാനവികത. ആ മാനവികതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയം. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്ക് വിസ്മയം ജനിപ്പിക്കുമാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് അസൂയുളവാക്കും വിധം ഈ കേരളം അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാടായി ഇന്ന് മാറിയിട്ടുള്ളത്. പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഇന്ന് കേരളത്തിലില്ല. പട്ടിണി തുടച്ചു നീക്കപ്പെടേണ്ടതാണ്, പട്ടിണിക്ക് പരിഹാരം കാണേണ്ടതാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് തോന്നാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാനവികമായ ആ രാഷ്ട്രീയ അവബോധമാണ്. 62 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് 2000 രൂപയാണ് ക്ഷേമ പെൻഷനായി ഇടതു സർക്കാർ വീടുകളിലെത്തിച്ചു നൽകിയത്. പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നില്ലെന്നും M. സ്വരാജ് പറഞ്ഞു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. CC മുകുന്ദൻ MLA, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം TR രമേഷ് കുമാർ, സംവിധായകൻ പ്രിയനന്ദനൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, CPI ഏരിയ സെക്രട്ടറിമാരായ KK ജോബി, KM കിഷോർ കുമാർ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, VSS സുനിൽകുമാർ, KP രാജേന്ദ്രൻ, CPM ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ, ഷീന പറയങ്ങാട്ടിൽ, ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ജനങ്ങളെ കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും ഈ ജാഥയ്ക്ക് മാത്രമല്ല LDF സംഘടിപ്പിക്കുന്ന ജാഥകൾ മൂന്നിനും ഇതാണ് അനുഭവമെന്ന് ആശ്രാക്കളും പഴയുണ്ടായി. ഈ ചോപ്പിനെ പറ്റി ഞാൻ പണ്ട് ആദ്യം വരുന്ന കാലത്ത് പഴയ സഖാവ് എനിക്ക് പറഞ്ഞു തന്നു. ചേർപ്പ് എന്ന് പറഞ്ഞാൽ ചേരേണ്ടതെല്ലാം ചേരുംപടി ചേർക്കുന്ന സ്ഥലമാണ്. അന്ന് നിന്നും ഞങ്ങളുടെ മനസ്സിൽ കാത്തിരിക്കുന്നുണ്ട്. എത്ര ശരിയാണ്. ചേർത്ത് ചേരേണ്ട എല്ലാറ്റിനെയും എങ്ങനെയെങ്കിലും വരാം
ചേരുമ്പടി ചേർക്കുന്ന ഈ ചേർപ്പ് അതിൻ്റെ തുടർച്ചകളുടെയെല്ലാം സാക്ഷികളും ശിക്ഷിക്കാരും അറിയുന്നതെന്ന് എനിക്കറിയാം. തൊട്ടപ്പുറത്താണ് തിരുവനന്തപുരത്തിൻ്റെ സ്ഥലമാണ് എനിക്കറിയാം. അദ്ദേഹത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കുടനിർമ്മാണത്തിൽ സൗജന്യ പരിശീലനവുമായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സൊസൈറ്റി ഏകദിന ശില്പശാല ഒരുക്കിയത്. 10 അമ്മമാരാണ് വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയിലൂടെ കുടനിർമ്മാണത്തിൽ പരിശീലനം നേടിയത്. വെട്ടുകാട് സ്വദേശി KP ജിജോയായിരുന്നു പരിശീലകൻ. സാമൂഹ്യ പ്രവർത്തകൻ ജോബി ജോൺ ഇതു സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. രക്ഷിതാക്കളിലൂടെ കുട്ടികൾക്കും പരിശീലനം നൽകി കുടനിർമ്മാണം തൊഴിൽ സംരംഭമാക്കുകയാണ് ലക്ഷ്യമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി പറഞ്ഞു. അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ ഭിന്നശേഷിയുള്ള, പ്രത്യേകിച്ച് ബുദ്ധിപരമായ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കുടനിർമ്മാണ പരിശീലനമാണ് പ്രത്യേകിച്ച് സൗജന്യമായിട്ട് നൽകി വരുന്നത്. ഈ കുടനിർമ്മാണ പരിശീലനം നേടുന്നത് രക്ഷിതാക്കളാണെങ്കിൽ കൂടി ആ രക്ഷിതാക്കളിലൂടെ കുട്ടികളിലേക്ക് എത്തുകയും കുട്ടികൾ ശാക്തീകരിക്കുകയും അവർ സ്വന്തമായിട്ട് വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആശയമാണ് അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്നത് ദീപ്തി സ്കൂളിലെ റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകൻ ശ്രീ ബാബു ജോൺ മാസ്റ്ററാണ്. അഡാപ്റ്റ് സൊസൈറ്റിയുടെ ഈ വലിയ സംരംഭത്തോട് സേവ് എ പേഷ്യൻസ് സൊസൈറ്റി കൂടെ സഹകരിച്ച് ആണ് ഇതിൻ്റെ കിറ്റുകൾ സ്പോൺസർ ചെയ്യപ്പെട്ടത്. ഒരു വലിയ സംരംഭമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളിത് അറിയേണ്ടതായിരുന്നു. വൈകിയാണെങ്കിലും ഞങ്ങളിത് അറിഞ്ഞപ്പോൾ അതിനോട് വളരെ സഹകരിക്കുകയും ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് പ്രചോദനം നൽകാനായിട്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന കാര്യം കൂടെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയും ചെയ്യാം. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും സഹായവും ഈ സംരംഭങ്ങൾക്ക് ആവശ്യമാണെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നടന്ന 38ാം ജൂനിയർ നാഷണൽ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണത്തോടെ വിദ്യാർത്ഥിക്ക് അഭിമാന നേട്ടം. ഊരകം സ്വദേശി PU സച്ചിനാണ് നാടിന്റെ താരമായത്. ജൂനിയർ നാഷണൽ വടംവലി മത്സരത്തിൽ PU സച്ചിൻ നേടിയത് അഭിമാനകരമായ നേട്ടമാണ്. ഊരകം പല്ലിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ സീമ ദമ്പതികളുടെ മകനാണ് സച്ചിൻ. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ 19 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിലായിരുന്നു മത്സരം. 3 മാസം മുമ്പാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പരിശീലനം നടത്തിയത്. ഒരു 38ാമത് ജൂനിയർ നാഷണൽ ടഗ് ഓഫ് വാർ കേരള ടീമിൻ്റെ അംഗമായിരുന്നു. അതിൽ മിക്സഡ് അണ്ടർ-19 മിക്സഡ് കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കേരളത്തിൽ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു. എന്നെ ഈ വടംവലിക്ക് അതായത് ടഗ് ഓഫ് വാറിക്ക് ഇറക്കിയത് തിരുവള്ളക്കാരുള്ള നികേഷ് എന്ന് പറഞ്ഞ ഒരു സാറാണ്. ആ സാർ ഇപ്പോൾ ഇല്ല, കാസർഗോഡാണ്. കാസർഗോഡ് കോളേജിൽ പഠിക്കുകയാണ്. പിന്നെ ആളുടെ ഒപ്പം ഉള്ളൊരു അഭിനവ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ആദ്യം ഒരു ദിവസമൊക്കെ തീരെ പറ്റാത്ത പോലെയായിരുന്നു. പിന്നെ അതങ്ങോട്ട് ശരിയായി. പിന്നെ അസോസിയേഷനൊക്കെ വിളിച്ചു. പിന്നെ തൃശ്ശൂർ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഓൾ കേരള ട്രയൽസ് ആയിരുന്നു ഇതിൻ്റെ. അതിന് സെലക്ഷന് പോയപ്പോൾ അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ പോയത്. മഹാരാഷ്ട്രയിലത്തെ പാൽഗർ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിൽ വെച്ചാണ് മത്സരം നടന്നത്. സ്വാതിയാണ് സച്ചിന്റെ സഹോദരി. മുൻപ് സംസ്ഥാന നാടൻപാട്ട് കലോത്സവത്തിൽ PU സച്ചിൻ A ഗ്രേഡ് നേടിയിരുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു വിഷയാവതരണം നടത്തി. ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് N മനോജ്, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. ഈ മാസം 22-നാണ് തിരഞ്ഞെടുപ്പ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 13 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. മാടായിക്കോണം, മാപ്രാണം സൗത്ത്, മാപ്രാണം നോർത്ത്, തളിയക്കോണം, പൊറത്തിശ്ശേരി, മൂർക്കനാട് എന്നീ 6 ഡിവിഷനിലും 2 വനിതാ സംവരണം, 1 പട്ടികജാതി സംവരണം, 40 വയസ്സിന് താഴെയുള്ള 1 വനിത,
40 വയസ്സിന് താഴെയുള്ള ഒരു ജനറൽ, ഒരു നിക്ഷേപകൻ എന്നിങ്ങനെയാണ് 13 ഡയറക്ടർമാരെ തെരഞ്ഞെടുക്കേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ, TK ജയാനന്ദൻ എന്നിവർക്കൊപ്പമാണ് 13 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗവും DYFI ജില്ലാ പ്രസിഡന്റും നിലവിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് നിയന്ത്രണത്തിനായി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറുമായ RL ശ്രീലാൽ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻ ജില്ലാ ജോയിന്റ് ഡയറക്ടറുമായ PK വത്സലൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗവും സ്വകാര്യ സ്ഥാപനത്തിൽ ദീർഘകാലമായി ചീഫ് അക്കൌണ്ടന്റായി പ്രവർത്തിക്കുന്ന VS സജി, CPIM ബ്രാഞ്ച് സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ താൽക്കാലിക ജീവനക്കാരനായ AC സനീഷ്, CPIM കാട്ടുങ്ങച്ചിറ ബ്രാഞ്ച് സെക്രട്ടറിയും ക്ഷീര കർഷകനുമായ MR അജിത്ത്, മുൻ SI അശോകൻ കുനിയത്ത്, മുൻ നഗരസഭാ കൌൺസിലർ CM സാനി, നിലവിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KD ദാമോദരൻ നമ്പൂതിരി, കുടുംബശ്രീ പ്രവർത്തക ശ്രീമ രാജീവ്, മുൻ പഞ്ചായത്ത് അംഗവും സംരംഭകനുമായ KK ബാലൻ, മനോജ് പുളിയത്ത് പറമ്പിൽ, ജില്ലാ കോടതിയിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് സുജില നിതീഷ്, പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് സീനിയർ ക്ലർക്കായി വിരമിച്ച PC രഘു എന്നിവരാണ് നാമനിർദ്ദേശം നൽകിയ LDF സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റായി ആന്റോ തൊറയൻ ചുമതലയേറ്റു. മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് ചുമതലയേൽക്കുന്ന ചടങ്ങ് നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മുൻ പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് ട്രഷറർ VK പ്രദീപ, വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, രാമൻ നമ്പൂതിരി, സെക്രട്ടറി ബെന്നി തട്ടിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, വാർഡ് മെമ്പർ മിനി ജോസ്, നിസാർ കുമ്മം കണ്ടത്ത്, TC ജോസഫ്, പുഷ്പാങ്കദൻ, സജീവൻ ഞാറ്റുവെട്ടി, ഗോപാലകൃഷ്ണൻ, V മാധവൻ നായർ, പോൾ പുലിക്കോട്ടിൽ, ഉഷ ഉണ്ണികൃഷ്ണൻ, അലി സഗീർ എന്നിവർ സംസാരിച്ചു. മികച്ച അധ്യാപകനുള്ള അംബേദ്കർ സ്മൃതി പുരസ്കാര തുക സ്കൂളിൽ ഭരണഘടനാ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി സമ്മാനിച്ച് അധ്യാപകൻ. വലപ്പാട് GDM LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ CK ബിജോയാണ് അവാർഡിലൂടെ ലഭിച്ച 10,000 രൂപ സ്കൂളിനായി നൽകിയത്. മികച്ച അധ്യാപകനുള്ള അംബേദ്കർ സ്മൃതി അവാർഡിലൂടെ പ്രധാനാധ്യാപകൻ CK ബിജോയ്ക്ക് ലഭിച്ചത് 10,000 രൂപയാണ്. അവാർഡ് തുക സ്കൂളിൽ നടത്തുന്ന ഭരണഘടനാ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് കൈമാറാൻ അദ്ദേഹം തീരുമാനിച്ചു. അവാർഡ് തുക കൈമാറുന്ന ചടങ്ങ് വലപ്പാട് AO KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം BPC TV ചിത്രകുമാർ അധ്യക്ഷനായി. സീനിയർ അസിസ്റ്റന്റ് CB സുബിത തുക ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ഷനോജ നദീഷ്, CB സിജ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ആനവിഴുങ്ങിയിൽ ദേശീയപാതയിലെ ഡിവൈഡറിൽ കാർ ഇടിച്ചു കയറി അപകടം. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ഉത്സവത്തിനുള്ള ബാൻഡ് മേളത്തിനെത്തിയ കലാകാരൻ അഭിജിത്ത് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. തൃപ്രയാർ ഭാഗത്ത് നിന്ന് വന്ന വാഹനം ഡിവൈഡറിൽ ഇടിച്ച് 500 മീറ്ററോളം അകലേക്ക് നീങ്ങിയിരുന്നു. കാർ ഭാഗികമായി തകർന്നു. കാലിന് സാരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ രാപ്പകൽ സമരവുമായി 3 പീടികയിൽ യൂത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. 3 പീടിക സെന്ററിൽ നടന്ന രാപ്പകൽ സമരം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 10 വർഷം പിന്നിടുമ്പോൾ സമസ്ത മേഖലകളും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 1% പോലും അതിശോക്തിയില്ല. ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവൻ സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ജനജീവിതം സ്തംഭിപ്പിച്ച ഒരു സർക്കാരായി സർക്കാർ മാറുമ്പോൾ എന്തിനാണ് ഈ സർക്കാർ എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം മുഖ്യാതിഥിയായി.
DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, KF ഡൊമിനിക്, TM നാസർ, CC ബാബുരാജ്, CJ പോൾസൺ, സുനിൽ P മേനോൻ, KSU സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ്, ഇസഹാഖ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. വികസന നേട്ടത്താൽ ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും ഭരണത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്ക് കയ്പമംഗലം മണ്ഡലത്തിലെ മതിലകത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ വെളിച്ചത്തിന്റെ ദൂത് പറയാൻ വരുന്നവർ, ആ സ്നേഹമാണ് വാരിക്കോരി നിങ്ങൾ ഞങ്ങൾക്കായി മാറ്റിയിരിക്കുന്നത്. കാത്തിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും മാലയിടുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും എല്ലാം ആ സ്നേഹം നിങ്ങൾ അറിയുന്നുണ്ട്. LDF നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജനങ്ങളെക്കാളും വലിയവരായിട്ട് ആരുമില്ല. LDF അതാ ഇടതുപക്ഷം. വലതുപക്ഷത്തിന്റെ വികസന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ആ വാക്ക് അവരും പറയാറുണ്ട്, വികസനം എന്ന വാക്ക്. പക്ഷെ ആ വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ. വികസനം എന്ന വാക്ക് പറയുമ്പോൾ ലോകത്തെല്ലാം ആ ചോദ്യമുണ്ടായിരുന്നു, എന്താണ് വികസനം, ആർക്ക് വേണ്ടിയാണ് വികസനം? ആ ചോദ്യം ചോദിച്ചപ്പോഴാണ്, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്തെവിടെയും ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറി പിരിയുന്നത്. ഇവിടെയും അതങ്ങനെ തന്നെയാണ്. വികസനം ആർക്ക് വേണ്ടിയാണ്? LDF എന്നും പറയുന്നു വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് വികസനം ചോദിച്ചാൽ LDF പറയും, ഇന്നലെ ജീവിച്ചതിനേക്കാളും നല്ലവണ്ണം ജീവിക്കാനാകണം നാളെ. എല്ലാം അത്ഭുതം കാണിച്ചെന്ന് പറയുകയല്ല, പക്ഷേ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും എന്ന് മറ്റൊന്നും കിടക്കുന്നില്ല. സമൂഹത്തിന്റെ വിവിധ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും ഭരണത്തിലേറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ET ടൈസൺ MLA അധ്യക്ഷനായി. ജാഥ മാനേജർ M സ്വരാജ്, ജാഥ അംഗങ്ങളായ CS സുജാത, PK രാജൻ, A ഷാജു എന്നിവർ സംസാരിച്ചു. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KV അബ്ദുൽ ഖാദർ, KK വത്സരാജ, KG ശിവാനന്ദൻ, PK ചന്ദ്രശേഖരൻ, മുഹമ്മദ് ചാമക്കാല, അരുൺ മേനോൻ, KB ഹൈദ്രോസ്, TP രഘുനാഥ്, KV രാജേഷ്, KM മുസ്താഖ് അലി, KS ജയ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,900 രൂപ, പവന് 1,12,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേർപ്പിൽ സ്വീകരണം. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N സ്വരാജ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കുടനിർമ്മാണത്തിൽ സൗജന്യ പരിശീലനവുമായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സൊസൈറ്റി ഏകദിന ശില്പശാല ഒരുക്കിയത്. മഹാരാഷ്ട്രയിൽ നടന്ന 38ാം ജൂനിയർ നാഷണൽ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണത്തോടെ വിദ്യാർത്ഥിക്ക് അഭിമാന നേട്ടം. ഊരകം സ്വദേശി PU സച്ചിനാണ് നാടിന്റെ താരമായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.